നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിൻ്റെ ഹെഡർ സെക്ഷൻ അവിടെ ഫ്രീസ് ചെയ്ത് വെക്കുന്നത്. അതായത് അവിടെ എങ്ങനെ ഒരു സ്റ്റിക്കി ഹെഡറാക്കി നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഒരു സെക്ഷനാണ് നമ്മൾ ഹെഡർ സെക്ഷൻ എന്ന് പറയുന്നത്. അത് അവിടെ പേജസും അതുപോലെ തന്നെ കമ്പനിയുടെ ലോഗോയൊക്കെയാണ് നമ്മൾ ഒരു വെബ്സൈറ്റിൽ കാണുന്നത്. സോ ഇത് സ്ക്രോൾ ചെയ്യാൻ നേരത്ത് ആ ഒരു കൂട്ടത്തിൽ തന്നെ ഇത് മൂവ് ചെയ്തും പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഇതെങ്ങനെ നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴും ഇതിവിടെ എങ്ങനെ ഫ്രീസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 സ്റ്റെപ്പ് ചെയ്യണം. ഒന്ന് നമുക്കൊരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം അതിനകത്ത് കുറച്ച് സെറ്റിങ്സിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ട് സക്സസ് ആയിട്ട് വരും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വെബ്സൈറ്റിൻ്റെ വേർഡ്പ്രസ്സിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമുക്കൊരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് ആഡ് ന്യൂ പ്ലഗിൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ സെർച്ച് പ്ലഗിൻ എന്ന് പറയുന്ന ഓപ്ഷനുള്ള നമുക്ക് സ്റ്റിക്കി മെനു എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേന് ഇവിടെ നമുക്ക് ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലഗിൻസ് നമുക്ക് കാണിച്ചു തരും. സോ അതിൽ നിന്ന് നമുക്കൊരു പ്ലഗിനെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാനാണ്. സോ ഇവിടെ നോക്കി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ റിവ്യൂസും അതുപോലെ തന്നെ ആക്റ്റീവ് ഇൻസ്റ്റാളുകളും നമുക്ക് കാണാൻ സാധിക്കും. സോ അതിൽ നിന്നും ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത് റിവ്യൂസ് കൂടെ ഉള്ളത് ഈ ഒരു പ്ലഗിനാണ്. സോ മൈ സ്റ്റിക്കി മെനു എന്ന് പറയുന്നത് ഞാൻ ഇൻസ്റ്റാൾ നൗ കൊടുക്കുന്നു. ഇൻസ്റ്റാൾ നൗ കൊടുത്തു കഴിയുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്ത് അതിനുശേഷം നമ്മളത് ആക്റ്റീവിൽ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു പ്ലഗിന് നമുക്ക് ആക്റ്റീവായി കിട്ടും. സോ ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിപ്പോൾ ഇൻസ്റ്റാൾ ആയിരിക്കുവാണ്. നമ്മളത് ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. സോ അതിപ്പോൾ ആക്ടിവേറ്റ് ആകും. ഓക്കെ, നമ്മളിപ്പം ആക്ടിവേറ്റ് ചെയ്ത മെനു നമുക്കിപ്പോൾ ഇത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സോ അതിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേന് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ആ ഒരു പ്ലഗിൻ നമുക്കിവിടെ കാണിച്ചു തരും. സോ അതിൽ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇവിടെ അതിനെപ്പറ്റി ജസ്റ്റ് ഒരു കാണിച്ചു തരും. സോ അവിടെ നിന്ന് നമുക്ക് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടുന്ന് സ്റ്റിക്കി മെനു സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, സ്റ്റിക്കി മെനു സെറ്റിങ്സ്. സോ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ടും ഇതിൻ്റെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. സോ അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്യാണ്ട് സൈനപ്പിന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് ട്യൂട്ടോറിയൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ആ ട്യൂട്ടോറിയൽ കാണാവുന്നതാണ്. സോ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ചെറിയൊരു സെറ്റപ്പ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതായത് ഇവിടെ നമുക്ക് അതർ ക്ലാസ് ഓർ ID എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഏതാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്. അതായത് പ്രൈമറി മെനു ഉണ്ട്. അതായത് പ്രൈമറി മെനു എന്ന് പറയുന്നത് ഇപ്പോൾ ടോപ്പിൽ കാണുന്ന ആ ഒരു ഹെഡറിൽ വന്നിരിക്കുന്ന ആ ഒരു മെനുവിനാണ് പ്രൈമറി മെനു എന്ന് പറയുന്നത്. സോ പ്രൈമറി മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ സേവ് എന്ന് പറയുന്നത് കാണാൻ പറ്റും. നമുക്ക് സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം നമുക്ക് ടേൺ ഓൺ ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്റ്റിക്ക് മെനു നമ്മൾ ടേൺ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു സെറ്റപ്പ് മാത്രമാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. സോ അതിനുശേഷം നമ്മൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് വരിക. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. റിഫ്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ ആ ഒരു മെനു എന്താണ് ഇവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്തില്ല. ആ ഒരു സമയം തന്നെ അതവിടെ സ്ക്രോൾ ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂസർക്ക് നാവിഗേറ്റ് ചെയ്യുന്നത്. അതായത് വീണ്ടും ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പേജിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് നമുക്ക് അത് നാവിഗേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു വളരെ ഈസി ആയിട്ട് ഒരു വേർഡ്പ്രസ്സിൽ ഈ ഒരു സ്റ്റിക്കി മെനു എന്ന് പറയുന്ന ഒരു പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിതുപോലെ സ്റ്റിക്കി മെനു അല്ലെങ്കിൽ ഹെഡ് സെക്ഷനെ ഫ്രീസ് ചെയ്ത് വെക്കുന്നത് എങ്ങനെയായിരിക്കും. സോ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.